ഇന്നത്തെ സവാളുകൾ സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക് മാച്ചിനെ കാണാൻ പോകുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ബ്രോ എത്രാമത്തെ ഏരിയയിലോട്ടാണ് എടുക്കാൻ തുടങ്ങിയത്, ഫസ്റ്റ് ഏരിയ ഉണ്ടോ, എപ്പോഴത്തോട്ടാണ് കളി തുടങ്ങിയത്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇട്ടേക്ക് നീരപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത എലൈറ്റ്, അതായത് ഇതാണ് എന്റെ ഫസ്റ്റ് എലൈറ്റ്. ഓക്കെ, ഞാൻ കളി തുടങ്ങിയത് 2017 അതിനു മുമ്പ് എനിക്ക് ഫസ്റ്റ് എലൈറ്റ് ഒക്കെ വന്ന സമയത്ത് എലൈറ്റ് എടുക്കാനുള്ള പൈസ 5 പൈസ എൻ്റെ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ട് പിച്ചക്കാരനാണ്. ഓക്കെ, പിന്നെ എവിടുന്നൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കൂട്ടി വെച്ച പൈസക്കാണ് ഈ ഒരു എലൈറ്റ് എടുത്തത്. എന്നാലും ഈ ഒരു എലൈറ്റ് കളിക്കുമ്പോൾ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അതായത് എപ്പോഴൊക്കെ ഞാൻ ഈ എലൈറ്റ് കളിക്കുന്നുണ്ട് അപ്പൊക്കെ പിള്ളേരൊക്കെ തേടി പിടിച്ചടിച്ച് തന്നെ ഇമോട്ട് കൊന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ എലൈറ്റ് അധികം തൊടായിരുന്നിട്ടാണുള്ളത്. ഓക്കെ, പക്ഷേ ഇതിന്റെ ഒറ്റ അടിച്ചാണ് ഇപ്പോൾ ഈ ഒരു എലൈറ്റ് ഇട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് പേര് നമ്മൾ എടുത്തിരിക്കുന്ന എലൈറ്റ് കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇറങ്ങിയ ഒരു കില്ല് മാസം രീതിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകം ഉണ്ട്. ഓക്കെ, എന്നാലും ഈ ഒരു സ്ഥലത്തിന്റെ ഒരു കോട്ടാറ്റു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം തൊട്ട് ആ ഒരു കോട്ടാറ്റു എന്ന സ്ഥലമുണ്ട്. സോ എന്നാലും ആ ഒരു സ്ഥലത്ത് പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഫ്രീ ഫയർ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് പ്ലെയിനിൽ നിന്ന് കാലൂട്ട് സ്ഥലം നിന്ന് ആ ഒരു കോട്ടാറ്റു ആണ്. ഓക്കെ, എന്നാലും അങ്ങോട്ട് ഏതൊരു കാട്ടോടെ ഓടിട്ടുണ്ട്. സോ എന്നാലും അങ്ങനത്തെ ഒരു സ്ഥലം വീടിന് മുറ്റത്തുള്ള സ്ഥലം പോലെയാണ് എനിക്കിത്. എപ്പോഴൊക്കെ ആരൊക്കെ എവിടെയൊക്കെ വരുന്നത് എനിക്ക് തന്നിട്ട്. സോ അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു കിട്ടിക്കാൻ പോലത്തെ സ്കൂളിൽ എടുക്കുന്നുണ്ട്. മാസിച്ച പക്കാ മാസം. ഓക്കെ, ഓരോ നോക്കുമ്പോഴത്തേക്ക് വണ്ടിക്കകത്ത് ഉത്തരം കണ്ടു. അടിച്ചവരെ നോക്കാൻ കിട്ടിയ ശേഷം താഴേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കി അവർ ഷേപ്പിന് വീണ്ടും മണ്ടയ്ക്കും താഴ്ത്തി ആ ഒരു സിപ്ലിന്റെ അടുത്തൊക്കെ ഒരുപാട് പേര് എത്തിപ്പെട്ടു. സോ അതായത് തമ്മിലടിയാൻ തോന്നുന്നു. ടീം തമ്മിലാണ്. സോ കുമ്മനെങ്കിൽ കുമ്മൻ അടിച്ച് മാച്ചാക്കാൻ എനിക്ക് ഉറപ്പാക്കി. കുറച്ച് ടീം ഒപ്പം ഒരു ഐറ്റം വരും എന്റെ പൊന്നളി. ഓക്കെ, എന്നാൽ ഈ ഒരു ബണ്ട് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നോക്കിയൊക്കെ തന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ നൈസായിട്ട് എന്താണ് ഫ്രീ ആയിട്ട് കില്ല് കിട്ടി. ഓക്കെ, എന്തായാലും കാര്യം പറയാം. അതായത് എനിമീസ് തമ്മിൽ അടി കൂടി ഒരുത്തരം നോക്കാൻ കിട്ടിയിട്ട് അവനെ നമ്മൾ കുമ്മൻ അടിക്കുകയാണെങ്കിൽ ആ നോക്കി കിടക്കുന്ന തന്നെ നമ്മൾ കില്ലെടുക്കുമ്പോൾ ആ ഒരു കില്ല് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നേരെ വന്നിട്ട് നമ്മൾ ഡൂട്ടാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഏതായാലും നമ്മൾ നോക്കിയൊക്കെ നോക്കുമ്പോൾ മണ്ണിനടി പോയതാണോ അവന്റെ പെട്ടി, അതോ അവൻ ഇറങ്ങി അവിടെ അവൻ പെട്ടിയൊന്നും ഇല്ല നേരത്തിൽ. ഓക്കെ, എന്തായാലും ഒരു തേങ്ങ പോയി അവനെ ഉണ്ടായിരുന്നില്ല. സോ നോക്കുമ്പോഴേക്ക് ഒരു ഓടുന്നു. പിന്നല്ല രക്ഷപ്പെടാൻ നോക്കണം കുട്ടാ പോലെ. ഓക്കെ, അറ്റടി. ഓക്കെ, നൈസിട്ട് അവനെ കംപ്ലീറ്റ് ആക്കി അവൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ടീമേഴ്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ചെന്ന് വായിലെ കയറി കൊടുക്കണമെന്ന് എന്ന് മാത്രം ഞാൻ വിചാരിച്ചുള്ളൂ. ബട്ട് കുഴപ്പമില്ല. ഓക്കെ, ഇത് നമുക്ക് ക്ലൂവിന്റെ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് നൈസായിട്ട് ഇങ്ങോട്ട് നോക്കി തൊട്ടടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നൈസിട്ട് ആ ഒരു നേരത്തിൽ മാത്രം നമ്മൾ മുമ്പോട്ട് വരുന്നത്. സ്വന്തം നൈസിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും എനിമീസ് എവിടെയെങ്കിലും വരുന്നത് എവിടെയുണ്ട് അവർ തമ്മിലടി കൂടെ തോന്നുന്നു. അതായത് നമ്മളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവർ ഉണ്ടായിരുന്നു. എന്നാലും അടിച്ച് തൂങ്ങിയാണ് കയറി വന്നത്. 2 ഡേ അവരെ നോക്കാക്കിയിട്ടുണ്ട്. എന്നാലും കിട്ടില്ല സ്കോഡ്. ഓക്കെ, രണ്ടാമത്തെ വന്നു ഏതാട്ടി. ഓക്കെ, ഏതാട്ടി 2 പേരെ നോക്കാക്കിയിട്ട് ഇമോട്ടിട്ട് തമ്മിലെടുക്കാൻ വേണ്ടിയാണ് നോക്കി. പക്ഷെ നടന്നപ്പോഴേക്കും വെളുത്ത എന്തോ മോനെ. വാവ്, എന്റെ മോനെ വേറെ ലെവൽ വായ്പായിരുന്നു. എന്നാൽ ഈ ഒരു വായ്പ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് പേപ്പർ കാണിച്ച മാച്ച് കാണിക്കും. ഓക്കെ, ഞാൻ ഇന്നലെ ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിലെ സ്റ്റുഡിയോയിൽ എടുത്ത് നോക്കി. ആ സമയത്ത് എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞുതരാം. അതെന്താ ഞാൻ പറഞ്ഞത്. ഓക്കെ, സ്ഥിരമായിട്ട് നമ്മുടെ ലൈവും അതേപോലെ നമ്മുടെ വീഡിയോ ആണ് ഒരാളുണ്ട്. ഒരാളെന്നല്ല ഒരു 10-15 പേരുണ്ട്. അവർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. എന്ത് തേങ്ങ നിങ്ങൾ ആലോചിച്ചോക്കെ. സ്ഥിരമായിട്ട് നമ്മുടെ 8 മണിക്ക് എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് വരുന്ന നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് ഇത് ഫുള്ള് വരെ കാണും. പക്ഷെ ഇത് സബ്സ്ക്രൈബ് ചെയ്യും. എന്ത് ദുരന്തം നിങ്ങൾ ആലോചിച്ചോക്കെ. എന്താ അത്രയ്ക്ക് ബോറാണോ എൻ്റെ വീഡിയോ? എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ബോറാണെങ്കിൽ ഇത് പറയണം. ഓക്കെ, അല്ല പിന്നെ ഇരുന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയില്ല. ഒരു ദുരന്തം പിടിച്ചു. എന്തായാലും ഇപ്പൊ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒരൊറ്റ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സേജ് കാണിക്കുക. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. നോട്ടിഫിക്കേഷനോടൊക്കെ പോയി പണി നോക്കാൻ പറയാം. നോട്ടിഫിക്കേഷൻ ഒക്കെ യൂട്യൂബർ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, നമ്മളത് നോക്കണ്ടല്ല. നിങ്ങൾ ഒറ്റക്കാർ ഓർത്താൽ മതി. രാവിലെ 8 മണിക്ക് എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും. സോ നൈസായിട്ട് യൂട്യൂബ് വന്നിട്ട് മീഗം സെർച്ച് ചെയ്ത് നോക്കുക. എൻ്റെ ചാനലിൽ വരിക, വീഡിയോ കാണാം. അത്രേ ഉള്ളൂ. ഒറ്റ നോട്ടിഫിക്കേഷൻ വേണ്ടി ഒരു യൂട്യൂബിന്റെ അവതാരത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ഒരുപാട് ഗീവേഴ്സിനെ പറ്റി എനിക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കിട്ടിക്കാൻ പോലത്തെ റൈറ്റ് നോക്കാം. ഓക്കെ, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മാസാണ് നടക്കും. ഓക്കെ, കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഒരു ബണ്ടിലിട്ട് ഇട്ടുകൊണ്ട് തോന്നുന്നു എപ്പോൾ കിട്ടാൻ നമുക്കൊരു ടീം പുറപ്പാണ്. ഓക്കെ, ആ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. അതായത് ഒരു തവണ പട്ടക്കം പടക്കം നടക്കും. ഞാൻ വെച്ചാൽ മേളിൽ നിന്നാണ് വിചാരിച്ചു. ഓക്കെ, മേളിൽ നിന്ന് അടിക്കുന്നത് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോഴത്തേക്ക് അവിടെ മേളിൽ നിന്നും ആടെ കാണുന്നില്ല. സോ അതുകൊണ്ട് നൈസായിട്ട് പമ്മി നിൽക്കും. ഓക്കെ, ഏതായാലും വരുന്നത് വെച്ചാൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ചാടി പിന്നല്ല. ഓക്കെ, നിന്റെ മയ്യത്ത് എന്ന് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മോനെ അവൻ ഗ്ലൂ ആയിട്ട് മെസ്സ് കാണിക്കോളൂ. ഏതോ വലിയ പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, പ്രോ പ്ലെയറെ ബൈ എൻ്റെ മോനെ. ഓക്കെ, അവരുടെ അടുത്തേക്ക് കയറി അടിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് മെഡിക്കൽ ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ കയറി വന്നോണ്ട് നമുക്ക് ഇൻഹേലർ രണ്ടെണ്ണൊക്കെ എടുത്തു തപ്പിപ്പിറക്കണൊക്കെ. എവിടത്തേക്കൊക്കെ മെഡിക്കലിംഗ് എല്ലാം കിട്ടുന്ന ശേഷം നമ്മൾ ഇൻഹേലറൊക്കെ അടിച്ചിട്ട് ഓടിടക്കും. ഏതായാലും അവൻ കയറി വന്ന് അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഇവൻ നെയ്ഡിന്റെ ഒരു ആശാനാന്ന് തോന്നുന്നു. കുട്ടി നെയ്ഡിന്റെ ആശാനാന്ന് തോന്നുന്നു. എവിടുന്നൊക്കെയാണ് നെയ്ഡ് വരും നിങ്ങൾ നോക്കുക. എനിക്ക് നൈസായിട്ട് അവൻ്റെ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ രക്ഷപ്പെട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇവരെ കൊന്നിട്ടേ പോയിട്ട് കാര്യമുള്ള എനിക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ട് നെയ്ഡ് എറിയുമ്പോൾ നൈസായിട്ട് മാറി നോക്കുമ്പോഴത്തേക്ക് എന്റെ മോനെ എന്താണ് സംഭവിച്ചേ?
കാട്ടുവാഴ പെട്ടെന്നൊരു കയറ്റമായിരുന്നു. എന്റെ കിളിയും കിളിക്കൂടും പരിപ്പൊക്കെ ഇത് അവതവാങ്ങാൻ ബിരിയാണി കിട്ടിയാലോ നോക്കുന്നത്. സോ നൈസായിട്ട് അവനെ ഒറ്റക്കൊറ്റയ്ക്ക് മുട്ടി നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. സോ കുറച്ച് റേഞ്ച് എടുത്താൽ അതായത് ദൂരെ നമുക്ക് അടിക്കാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം അവൻ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട്. സോ ഈ സ്ഥലത്താണ് ഈ സ്ഥലത്ത് കിട്ടുമ്പോൾ തന്നെ ഹെഡ് അടിക്കാൻ ചാൻസ് കിട്ടും. പക്ഷെ ഞാൻ വിചാരിക്കും ഓക്കെ പാവല്ലേ നമ്മുടെ ഈ ബണ്ടിൽ അടിച്ച് ചുമ്മാ വീശി കാണിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീ കാണിച്ച് അവർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലോല ഹൃദയരാണ്. സോ അതുകൊണ്ട് ടീമപ്പ് ആരെങ്കിലും നോക്കി അപ്പോൾ ഞാൻ ടീമപ്പ് ആയി കളി. അതിപ്പോൾ എത്രയൊക്കെ അടി കിട്ടിയാലും എന്തൊക്കെ സംഭവിച്ചാൽ ഞാൻ ആയി പോകും. ഓക്കെ അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പാവമായതുകൊണ്ടാണ്. സോ എന്നാലും ഇമോട്ടൊക്കെ ഇട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. സോ നൈസർ നോക്കുമ്പോഴത്തേക്ക് അവനെ ഇപ്പോൾ കാണുന്നില്ല. എൻ്റെ പോലെ അവൻ ചുറ്റിക്കറങ്ങി വരുമെന്ന് നല്ല പേരുണ്ടായി. സോ കൊടിയെ കുത്തി നല്ല വീശിലൊക്കെ വീശുന്നുണ്ടൊക്കെ അത് ഓ മൈ ഗോഡ്. ഓക്കെ മക്കളെ ടീമപ്പോടാ വാടാ മക്കളെ ഇറങ്ങിയവരടി. പിന്നെ ഓക്കെ ഞാൻ പിന്നെ വെറുതെ അടിക്കുന്ന പാവല് ചോദിച്ചൊക്കെ എനിക്ക് വിശ്വസിക്കുന്ന ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതിന് മുമ്പ് ഒരുപാട് വട്ടം ഇതേപോലത്തെ ദുരന്തം പിടിച്ച അവസ്ഥ നിങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് വട്ടം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടീമപ്പായിട്ട് അവർ ഇമോട്ട് കാണിക്കും, ഹാർട്ടിന്റെ ഇമോട്ട് പൂവാക്കി തരും. അവസാനം വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നതിനെ ടപ്പയടിച്ച് കൊന്ന ഒരവസ്ഥയൊക്കെ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. സോ ആ സമയത്തൊക്കെ ശരിക്കും വിഷമിച്ച് എൻ്റെ മോനെ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഒരൊറ്റ ആളെ ഉണ്ടാക്കുന്ന വിചാരിച്ച കാര്യമാണ്. പക്ഷെ എന്നാലും ഇവൻ പാവണം. ഓക്കെ ഈ സമയത്ത് എൻ്റെ എന്താ ആവേശം മൂത്ത് ഫ്രണ്ട്ഷിപ്പ് മൂത്ത് ഞാൻ എൻ്റെ ഗ്ലൂവാൾ ഇട്ട് കൊടുത്തു. ഓക്കെ ഈ ഒരു ഗ്ലൂവാൾ കൊടുത്തില്ലായിരുന്നെങ്കിൽ പൊന്നു മക്കളെ നോക്കിക്കോ ഈ ഒരു ഗ്ലൂവാൾ കൊണ്ട് വരുന്ന ഒരു ദുരന്തം പിടിച്ച അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ ഈ ഒരു 2 ഗ്ലൂവാൾ ഇവന് കൊടുത്തിട്ടുണ്ടാക്കി ഇത് ആവേശം കാണിച്ച് എടുത്ത് കൊടുത്താൽ. പക്ഷെ അത് ഏറ്റവും വലിയൊരു മന്ത്രമായെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ചങ്ങായിക്കോട്ട് ജീവൻ പേര് കൊടുക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോൻ ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുവാണെങ്കിൽ വേറെ ലെവൽ മാസമായിരുന്നു. ഓക്കെ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കി കണ്ടതിന് ശേഷം ഇതിനകത്ത് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്നും ഉണ്ടാക്കിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ അടിക്കണമെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. തന്നെ വേറെ ലെവൽ മാസം കാണിക്കാൻ പറ്റും. ഓക്കെ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അത് ഷെയർ ചെയ്ത് മാസമാക്കി ആയിരിക്കും. ഓക്കെ എന്നാൽ ഇവരെ കൂടെ തന്നെയാണ് പോകണം. ഇപ്പോൾ ഒരു കിടക്കുമ്പോഴത്തെ ഒരു വൈപ്പ് ഇടുന്നുണ്ട്. അതായത് സോണിനകത്ത് കയറാൻ പറ്റുന്ന സ്കോഡൊക്കെ എൻ്റെ മോനെ വേറെ ലെവൽ മാസം ഓക്കെ. എന്നാൽ ടീമേറ്റ് ഇവൻ കൂടെ ഉള്ള സമയത്ത് എനിക്ക് അങ്ങനെ കയറി വെടിവെക്കാൻ പറ്റത്തില്ല. കാരണം ഒറ്റക്കാണെങ്കിൽ എന്ത് തരത്തിലും കാണിക്കാം. പക്ഷേ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അഥവാങ്ങാനും കൈതിട്ട് ഇവൻ്റെ ഒരു വെടി കൊണ്ടുപോയാൽ പൊന്നടിയാ ഇവിടെ നടക്കുന്ന പേരായിരിക്കും. ഓക്കെ പട്ടപ്പടന്റെ ഗ്ലൂവാളും MIT പടക്ക അടിയൊക്കെ കിട്ടും. സോ നൈസായിട്ട് ഒരുത്തരെ അവൻ ഒരുത്തരാണല്ലോ വിചാരിച്ചു. പക്ഷേ അവനെ ഇവൻ നോക്കാക്കി അപ്പോഴത്തേക്കും വേർത്തും കയറുന്നൊക്കെ അവരവൻ നൈസായിട്ട് എടുത്താൽ. പക്ഷേ ഇവനും നടക്കാൻ പാടില്ലോ. നമ്മളാണ് മീ ഗെയിമർ എന്നൊക്കെ കാണിക്കണല്ലോ. സോ അതുകൊണ്ട് നൈസായിട്ട് നോക്കാക്കി അവിടെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി. പക്ഷേ അവനെയല്ല നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. നൈസായിട്ട് കംപ്ലീറ്റ് ആക്കി ആരാന്ന് ചോദിച്ചാൽ ഇവൻ നോക്കാക്കിയിട്ടില്ലേ. സോ അവനാണ് നമ്മൾ കംപ്ലീറ്റ് ആയത്. പക്ഷേ ഞാൻ നോക്കാക്കിയവനെ ഇട്ടവനെ അവന് കംപ്ലീറ്റ് ആക്കി. ഓക്കെ എന്നാലും ഇവൻ ആസ് കമ്പയർ ടു ഗെയിം നോക്കുവാണെങ്കിൽ ഇവൻ ഏറെ ചെയ്ത ഒരു എനിമിയാണ്. സോ ഇവൻ നോക്കിയിട്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് കില്ല് എടുത്തുള്ളൂ. സോ എന്നാലും അവൻ്റെ കില്ല് ഞാൻ കുമ്പിലടിച്ചു, എൻ്റെ കില്ല് അവൻ കുമ്പിലടിച്ചു. എന്തായാലും എന്തൊരു മനപ്പൊരുത്തം. സോ എന്നാൽ നോക്കുമ്പോഴത്തേക്കും അവിടെ വരെ പൊക്കുന്നുണ്ട്. സോ നൈസായിട്ട് ആ പൊക്കുന്നവനെ കൊല്ലാൻ വേണ്ടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഈ സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഗീവരെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി എല്ലാ ദിവസവും നമ്മുടെ ID ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഏതെങ്കിലും ഇവന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റ് കൊടുക്കുന്നുണ്ടെന്നുണ്ട്. അതൊക്കെ ഏതായാലും ഇന്നലെ 8 മണിക്ക് ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് കമന്റ് ബോക്സിൽ വരെ റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ട് അവർക്ക് നമ്മൾ 500 ഡയമണ്ട് ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 500 ഡയമണ്ട് കാര്യം പറഞ്ഞുതരാം. അതിന് മുമ്പ് നോക്കുമ്പോഴത്തേക്കും പിന്നെ ലാഭത്തിൽ കംപ്ലീറ്റ് ചെയ്താലേ നമ്മളെ പ്രോ പ്ലെയർ അല്ലേ കേരള പോലെ ബെടാ പ്രോ പ്ലെയർ നോബിൽ അത് ഒരു ഡിയോ പാർട്ണറൊക്കെ കിട്ടി. നമ്മൾ പറഞ്ഞ മാസമാണ് വിചാരിച്ച് നമ്മളൊരു കല്ലിൽ എടുത്തിട്ട് നമ്മുടെ പേരാണ് മനസ്സിലായി. നമ്മൾ മീ ഗെയിമർ എന്നൊക്കെ മനസ്സിലാക്കാണ്. മിക്കവാറും നമ്മുടെ സബ്സ്ക്രൈബർ ആണോ അറിയത്തില്ല. ഓക്കെ എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീവയെ പറ്റിയാണ്. ഗീവയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയാം. അതായത് നിങ്ങളുടെ ID ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിന്റെ RAM ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇപ്പോൾ 4GB 8GB 2GB 1GB എത്രയും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ID കൂടെ കമന്റ് ചെയ്യുക. ഓക്കെ ഇനി മുമ്പത്തെ വീഡിയോസിനകത്ത് അതായത് ഇന്നലെ 8 മണിക്കത്തെ വീഡിയോസിന് രാവിലെ 8 മണിക്കത്തെ വീഡിയോസിനകത്ത് ഒരുത്തരെ കണ്ടുപിടിച്ച് അവൻ 500 ഡയമണ്ട് ചെയ്ത് കൊടുത്തു. 500 ഡയമണ്ട് എൻ്റെ കൂടെ വെച്ചാൽ അവൻ കമന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ അവൻ ഈ ഒറ്റ ടോക്കൺ കൂടെ മതി. എന്നാൽ മാത്രം ജസ്റ്റ് അത് എടുക്കാൻ പറ്റുള്ളൂ വന്നു. സോ ഒറ്റ ടോക്കൺ എല്ലാം ജസ്റ്റ് മാത്രമാണ് ചെയ്ത് കൊടുത്തു. ഓക്കെ അവർ ഒറ്റ ടോക്കൺ കിട്ടി 500 ഡയമണ്ട് അധികം തോന്നുന്നു. കാരണം എനിക്ക് ഈ ഒരു ബണ്ടിലിന്റെ ഈ ഒരു കൈ കിട്ടിയത് ഈ ഒരു ഫിസ്റ്റ് കിട്ടിയിരിക്കുന്നത് വെറും 600 അല്ലെങ്കിൽ 800 ഡയമണ്ടിനാണ്. സോ എന്നാലും 500 ഡയമണ്ട് കുറച്ച് അധികം തന്നെയാണ് തോന്നുന്നത്. പെട്ടെന്ന് കുഴപ്പമില്ല. ഓക്കെ ഏതായാലും നിങ്ങൾ എത്ര ഡയമണ്ട് ഇപ്പൊ തന്നെ ആ ഒരു ഇവന്റിന് വേണ്ടി മുടക്കി ജസ്റ്റ് കമന്റ് ചെയ്യുക. അതനുസരിച്ചായിരിക്കും നമ്മൾ ഗീവ് കൈകൾ കൊടുക്കുന്നത്. ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ID കമന്റ് ചെയ്യുക. ഓക്കെ പിന്നെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ബ്രോ നമ്മുടെ ബോയക്കകത്ത് ഡ്രോപ്പ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രോപ്പ് എങ്ങനെ കിട്ടുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കിട്ടുക വീഡിയോ നമ്മുടെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്ത ആൾക്കാർ ഒന്ന് കാണണം. ഓക്കെ അത് കണ്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മേളിലൂടെ നിങ്ങൾക്ക് ഒരു ഐ ബട്ടൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഓരോ നോക്കുമ്പോഴത്തേക്ക് ഒരു ടീം അവിടെ വെക്കുന്നു. വീടിൻ്റെ പുറകിൽ വേറൊരു ടീമുണ്ട്. സോ മൊത്തം സാൻഡ്വിച്ച് പോയി അവസ്ഥയായി പോയി. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കയറി മനസ്സിലാക്കി ഗ്ലൂവാൾ വേറെ മനസ്സ് കാണിച്ചാൽ. പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെ കൂടെ ഈ ഒരു എനിമി ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ ഓടിച്ചെന്നടിക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ മുമ്പിൽ കയറുന്ന ഇവരുടെ അടികളും അവസാനം ഇവനെ ഞാൻ കൊന്നുകൊണ്ട് ചീത്തപ്പറ്റി കേൾക്കേണ്ടി വരും. അത് വൻ ദുരന്തമായിരിക്കും. ഇപ്പം ഞാൻ എത്രയൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലടാ കൊന്നേ, ഞാൻ അറിയാതെ കൊന്നു പറഞ്ഞാൽ ഇവരും വിശ്വസിക്കുന്നില്ല, ആരും വിശ്വസിക്കില്ല. ഓക്കെ പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു വാച്ച് കഴിഞ്ഞിട്ട് ഇവനെ ലോബിയിലേക്ക് വിളിക്കണമെന്നുണ്ട്. പക്ഷേ ലോബിയിലേക്ക് വിളിക്കണമെങ്കിൽ ഞാൻ ഇവനെ ഒന്നെങ്കിൽ കൊല്ലണം, ഇല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലണം. ഒന്നാമത് എനിക്ക് ഇവനെ ലോബി വിളിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അവർ സൈഡ് കാണിക്കത്തുള്ളൂ എന്നെനിക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ട് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്ത് ചെയ്യണം. ഓക്കെ ബട്ട് എന്നാലും അവിടെ നിന്ന് അടി പട്ടക്കപ്പെട്ട് തന്നെ കിട്ടി. പക്ഷേ അവിടെ അധികം നേരം പണി കിട്ടും എനിക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ട് നൈസായിട്ട് അവിടെ നേരം നമ്മൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് വരുവാണ്. ഈ സ്ഥലത്തേക്ക് വരുന്നതിന്റെ മെയിൻ കാര്യം പറഞ്ഞു. അതായത് സോണിനൊരു സൈഡിൽ നടക്കുന്നതിലെ
കാര്യമുള്ളൂ. അല്ലാതെ നേരെ നടുക്കേക്ക് വരുവാണെങ്കിൽ 4 പേർ നാട് വരും. സോ അതുകൊണ്ട് നൈസായിട്ട് ഒരു സോണ്ട് കര ചേർന്ന് മാത്രമേ നമ്മൾ നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുന്ന് ടാക്ടിക് കളിക്കുന്നുണ്ട്. അതായത് നമ്മൾ അങ്ങോട്ട് മൊത്തം പോകുന്നില്ല, മൊത്തം പോയി വന്നാൽ നമ്മൾ ആ ഒരു സോൺ നടക്കാവും. അതേപോലെ തന്നെ അവിടെ കുറച്ച് ടീമിനെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ടീമാണെങ്കിൽ ഒരു വെകിൽ വിളിച്ചാക്കണം. ഓക്കെ, അവൻ ചുമ്മാ നമ്മൾ പുറകെ കളിക്കുന്നത്. ഓക്കെ, നമ്മളെ മുമ്പ് വിട്ടിട്ട് നമ്മൾ മാസം കാണിക്കട്ടെ, അവൻ പുറകെ നിന്ന് ബുയി അടിക്കുക എന്നുള്ള ടാക്ടിക് കളിയാൻ തോന്നുന്നു. അവസാനം നമ്മളെ കൊണ്ട് ബുയി അടിക്കാനുള്ള പരിപാടി തോന്നുന്നു. ഓക്കെ, ബട്ട് ഞാൻ പറഞ്ഞാൽ നേരത്തെ കൊടുത്തൊരു ഗ്ലൂ വാളിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്ലൂ വാൾ കൊടുത്താണ് ഞാൻ ജീവിതത്തിലേക്ക് ഈ ഒരു മാച്ചിനകത്ത് ടീമപ്പായിട്ട് മൊത്തം ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ടത്തരം. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആവശ്യം നോക്കി ഒരു ഗ്ലൂ വാൾ പോലും കാണില്ല. ഇപ്പോൾ എവിടേക്കോ ഗ്ലൂ വാൾ ഞാൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഇതല്ല. 2 ഗ്ലൂ വാൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോകാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ താഴേക്ക് പോകണം. ഇവിടെ എന്നാലും ഒരു ടീമിനെ കണ്ട പോലെയാണ് ഇവൻ വെടിവെക്കുന്നുണ്ടായിരുന്നു. സോ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു സ്കോഡ് അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്ക് പിന്നല്ല, വെടിവെക്കുന്നു. എടാ ഓറാ, ഒരു ഗ്ലൂ വാൾ ഇട്ടു, അവൻ വണ്ടി ഇടിച്ച് പൊട്ടിച്ചു. ഓക്കെ, എന്നാലും അവനെ നല്ല ഡാമേജ് കൊടുത്ത് എജ്ജാതെ ഡാമേജ് അവൻ തൊട്ട് വിട്ടുള്ളൂ. അവൻ നൈസിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്കെ എന്നോട് ലൂട്ടാൻ പറഞ്ഞു. ഓക്കെ, കുറച്ച് ഗ്ലൂ വാൾ കിട്ടി, പക്ഷേ ഗ്ലൂ വാൾ പറക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ലൂട്ടിങ്ങളൊക്കെ പറക്കാൻ റെഡി ആയിട്ട് വരിക. കാരണം ഗ്ലൂ വാളൊക്കെ എന്തിന് ചക്കരുണ്ടല്ലോ ശരിക്കും. പക്ഷേ ശരിക്കും വിചാരിച്ച എന്നിട്ട് ഗ്ലൂ ഉണ്ടെന്നാണ്. പക്ഷെ ഒരു കില്ലെടുത്തു അടിച്ചടിച്ച് എന്തായാലും സത്യം പറഞ്ഞാൽ ഗ്ലൂ ഇട്ടാൽ മതി. പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ട് കളിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കളി ഉണ്ടാക്കാം. മറ്റേ ചങ്ങനെ ഇവൻ കൊന്നതിന് ശേഷം അവൻ ഫ്രണ്ട് റിക്വസ്റ്റ് അവനെ ഗ്ലോബിലേക്ക് വിളിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് കളി കണ്ടു നോക്കാം. കുറേ നേരം കളി കണ്ടതിന് ശേഷം അവർ അടിക്കുന്നുണ്ടോ അതോ ഇവന്മാർ അവനെ അടിക്കണോ എന്താ നമുക്ക് കണ്ടു നോക്കാം. സ്വന്തം ഇവ M14 SKS അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ SKS കാട്ടുരൂപനൊക്കെ. മറ്റവനാണ് മാസ് രീതിയിലാണ് ഗ്ലൂ വാളുകളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതിന് മാത്രം ഗ്ലൂ വാൾ ഇവിടെ എടുത്താൽ വിചാരിക്കുന്നത്. ഓക്കെ, ഒന്നാമത് ഞാൻ കൊടുത്ത ഗ്ലൂ വാളൊക്കെ ഉണ്ടായിരുന്നു മാസ് രീതിയിലെ പരിപാടിയാണ്. ഓക്കെ, എന്നാലും ഇതേപോലെ നിങ്ങൾക്ക് ടീമപ്പ് ആയതിനു ശേഷം ഇങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടുണ്ടോ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ആ ഒരു ടീമപ്പ് ആയതെന്ന് നിങ്ങളെ കൊന്നിട്ട് കാണാൻ വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടായിരിക്കും. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആരോട് ഇതൊക്കെ പറയും, അനുഭവിച്ചിട്ട് പിന്നെ മിണ്ടായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. സോ ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യുക. അതായത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾ സ്വന്തമാണ്. സോ കമന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം അതായത് ടീമപ്പ് ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ദുരന്തം പിടിച്ച അവസ്ഥയും എല്ലാ അവസ്ഥയും നിങ്ങൾ കമന്റ് ചെയ്ത് മെസ്സേജ് കാണിക്കുക. സോ ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് ഒരുപാട് മെസ്സേജ് ചിലപ്പോൾ വന്നു തരും. സോ അവരായിട്ട് വെച്ച് കമ്പനി ആകാം. അങ്ങനെ കുറേ ഫ്രണ്ട്സിലൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിയോ വേഴ്സസ് സോളോ ആണ്. സോളോ വേഴ്സസ് ഡിയോ ആണല്ലോ. ഇവർ 2 പേരുണ്ട്. ബുഷറ്റ് ടൈമ് പോകും. എൻ്റെ മോനെ ബുഷറ്റ്, എൻ്റെ മോനെ ജാതി ഏതാ സോളിലേക്ക് ഓടുന്ന കാട്ടുപോലെ എൻ്റെ ഫ്രണ്ട്. ഓ മൈ ഗോഡ്, കമന്റ് എടുത്തത്. എന്നാൽ ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞിട്ട് കമന്റ് ചെയ്യുന്നത് നമ്മുടെ ഗീവേക്ക് വേണ്ടി ജസ്റ്റ് ഐഡിയ കൂടെ കമന്റ് ചെയ്യുക. ഓക്കെ, നാളെ കിട്ടുക്കാൻ വേണ്ടിയാണ് സംസാരിക്കാൻ. ഓക്കെ, ഏതായാലും റിപ്പോർട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ.